by Luna. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വന്തമായി ആനകളില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഉത്സവത്തിന് ആനകളെ കൊണ്ടുവന്നിരുന്നത് തൃക്കണ്ണമതിലകം എന്ന വലിയ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. അക്കാലത്ത് ക്ഷേത്രങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാർ തമ്മിൽ ചെറിയ പിണക്കങ്ങൾ പതിവായിരുന്നു. തൃക്കണ്ണമതിലകം ക്ഷേത്രം കൊച്ചി രാജാവിൻ്റെ കീഴിലും ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരി രാജാവിൻ്റെ കീഴിലുമായിരുന്നു. ഒരു വർഷത്തെ ഉത്സവകാലത്ത് ഇവർ തമ്മിലുള്ള തർക്കം മുറുകി. ഇത്തവണ ഗുരുവായൂർ ഉത്സവത്തിന് ഞങ്ങൾ ആനകളെ വിട്ടുതരില്ല എന്ന് തൃക്കണ്ണമതിലകം അധികൃതർ കടുത്ത തീരുമാനമെടുത്തു. ഉത്സവം തുടങ്ങാറായിട്ടും ആനകളെ അയക്കാതെ അവർ അവിടെ തന്നെ തളച്ചിട്ടു. ഗുരുവായൂരിലെ ഭക്തർ വലിയ വിഷമത്തിലായി. ആനകളില്ലാതെ എങ്ങനെ ഉത്സവം നടത്തും? അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു സംഭവം നടന്നു. തൃക്കണ്ണമതിലകത്ത് തളച്ചിട്ടിരുന്ന ആനകൾ പെട്ടെന്ന് അസ്വസ്ഥരായി. പാപ്പാന്മാർ എത്ര ശ്രമിച്ചിട്ടും അവരെ നിയന്ത്രിക്കാനായില്ല. കനത്ത ഇരുമ്പ് ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ച് ആനകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങി. ആനകൾ നേരെ വടക്കോട്ട്, അതായത് ഗുരുവായൂർ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ആ നിശബ്ദമായ രാത്രിയിൽ ആനകളുടെ കഴുത്തിലെ വലിയ മണികൾ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ വഴിയിലൂടെ ആർക്കും തടുക്കാനാവാത്ത വേഗത്തിൽ ഓടിയെത്തിയ ആനകൾ നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വന്നു നിന്നു. അന്ന് ആനകൾ എത്താൻ വൈകിയത് കാരണം ഉത്സവത്തിന്റെ ആദ്യത്തെ എഴുന്നള്ളത്ത് ആനപ്പുറത്തല്ല നടത്തിയത്. ഇന്നും ആ പതിവ് തെറ്റിക്കാതെ ഒന്നാം ദിവസം രാവിലെ മേൽശാന്തി ഭഗവാന്റെ വിഗ്രഹം കൈകളിലേന്തി ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കുന്നു. ഇതിനെയാണ് ആനയില്ല ശീവേലി എന്ന് വിളിക്കുന്നത്. ഈ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് ഇന്ന് ഗുരുവായൂർ ആനയോട്ടം നടക്കുന്നത്. ആനയോട്ടത്തിൽ ആദ്യം ക്ഷേത്രവാതിൽക്കൽ ഓടിയെത്തുന്ന ആനയ്ക്കാണ് ആ വർഷത്തെ ഉത്സവത്തിന് ഭഗവാന്റെ സ്വർണ്ണത്തിടമ്പ് ഏറ്റാനുള്ള വലിയ ഭാഗ്യം ലഭിക്കുന്നത്. Thank you and subscribe for more videos.